എല്ലാവർക്കും ടാലന്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് ഫൈനൽ ഇയർ ബികോമിന്റെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്താലും അതൊന്നുകൂടെ റിവൈസ് ചെയ്തതിനു ശേഷം പുതിയ ക്ലാസ്സിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം പ്രധാനമായിട്ട് ചർച്ച ചെയ്തത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ കോസ്റ്റ് എന്തെന്നതാണ്. കോസ്റ്റ് എന്താണെന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രധാനമായിട്ട് ചർച്ച ചെയ്തത്. അപ്പൊ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻഗേർഡ് ഓൺ or attributable to a specified thing or activity. കറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റിന്റെ ഡെഫിനിഷൻ എന്ന് ചോദിച്ചതാണ് ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ. അത് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ചോണം, ആക്ച്വൽ ഓർ നോഷണൽ. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വൽ ഓർ നോഷണൽ ഇൻഗേർഡ് ഓൺ ഓർ ആട്രിബ്യൂട്ടബിൾ ടു എ സ്പെസിഫൈഡ് തിങ് ഓർ ആക്ടിവിറ്റി. അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക വസ്തു കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോഴോ, വസ്തു കിട്ടുവാനോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴോ നമുക്കുണ്ടാവുന്ന ചെലവുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ചെലവുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചോണം, ഒന്നുകിൽ അത് ആക്ച്വൽ ആയിരിക്കണം അല്ലെങ്കിൽ നോഷണൽ ആയിരിക്കണം. ആക്ച്വൽ എന്തായിരിക്കണം? ഒന്നുകിൽ യഥാർത്ഥമായിട്ട് നടന്നിട്ടുള്ള ചിലവായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് അത് സാങ്കല്പികമായിരിക്കണം. സാങ്കല്പികമായിട്ടുള്ള ചിലവുകൾ എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അല്ലെ? നമ്മളിപ്പോ സ്വന്തമായി നടത്തുന്ന സ്ഥാപനം സ്വന്തം സ്ഥലത്താണ് നടത്തുന്നതെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ റെന്റ് കണക്കാക്കുക. ആ റെന്റ് നമ്മൾ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. പക്ഷെ നമ്മൾ ആ റെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? കണക്കാക്കി വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള റെന്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോഷണൽ എക്സ്പെൻസ് എന്ന് വിളിക്കും. നോഷണൽ എക്സ്പെൻസുകൾ എന്ന് വിളിക്കും. അപ്പൊ അതിന് പ്രധാനമായിട്ട് അടുത്ത് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോഷണൽ എക്സ്പെൻസ് വരുന്ന രണ്ടാമത്തെ പോയിന്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നമ്മൾ തന്നെ നിക്ഷേപിക്കുന്ന മൂലം നമ്മൾ തന്നെ എന്ത് കണക്കാക്കും? പലിശ കണക്കാക്കും. ആ പലിശ നമ്മൾ എന്ത് ചെയ്യണം? യഥാർത്ഥം നമുക്ക് ഉണ്ടാകുന്നില്ല. ആ പലിശ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കണക്കാക്കി വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള എക്സ്പെൻസുകൾ നമ്മൾ എന്ത് വിളിക്കുന്നത്? നോഷണൽ എക്സ്പെൻസുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ കോസ്റ്റ് എന്താണ്? നമുക്കുണ്ടാകുന്ന ചെലവ്. എങ്ങനെ ഉണ്ടാകുന്ന ചെലവ്? ഒരു വസ്തു കിട്ടുവാനോ അല്ലെങ്കിൽ നമുക്കൊരു പ്രത്യേക ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടിയോ നമുക്കുണ്ടാകുന്ന ചെലവുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. അതെന്താവാം? ആക്ച്വൽ അല്ലെങ്കിൽ നോഷണൽ ആവാം. ആക്ച്വൽ അല്ലെങ്കിൽ യാഥാർത്ഥികമാവാം, യഥാർത്ഥമായിട്ട് സംഭവിക്കുന്ന ചെലവാവാം. അല്ലെങ്കിൽ അതെന്തായിരിക്കും? സാങ്കല്പികമായിരിക്കും. ആ ചെലവ് എന്തായിരിക്കും? സാങ്കല്പികമായിരിക്കും. കണക്കിലെ രേഖകളിൽ മാത്രം കാണുന്ന ചെലവുകളായിരിക്കും. അങ്ങനെയുള്ള ചെലവുകൾ നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കേണ്ട പോയിന്റ് കോസ്റ്റിംഗ് എന്താണെന്നാണ്. അടുത്ത നമ്മൾ നോക്കേണ്ട പോയിന്റ് എന്താണ്? കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ദ കോസ്റ്റ് ഈസ് നോൺ ആസ് കോസ്റ്റിംഗ്. ഒറ്റ സെന്റൻസ് പറയാൻ എത്രയേ ഉള്ളൂ. ദ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ദ കോസ്റ്റ് ഈസ് നോൺ ആസ് കോസ്റ്റിംഗ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റ് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? കോസ്റ്റിംഗ് എന്ന് വിളിക്കും. ഈ അസർട്ടൈൻ നമ്മൾ കോസ്റ്റിനെ എങ്ങനെ കണ്ടെത്തുന്ന മാർഗങ്ങൾ പ്രധാനമായും ടെക്നിക്സ് എന്നാണ് പറയുന്നത്. ഈ കോസ്റ്റിനെ കണ്ടെത്തുന്ന മാർഗങ്ങൾ എന്താ പറയുന്നത്? പ്രധാനമായും ടെക്നിക്സ് എന്ന് പറയുന്നത്. ആ ടെക്നിക്സുകൾ എന്തൊക്കെ ഉൾപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസും റൂൾസും ആയിരിക്കും. കുറച്ച് നിയമങ്ങളും തത്വങ്ങളുമായിരിക്കും നമ്മൾ ഇതിനെ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്? ആ ടെക്നിക്സ് ആയിട്ട് വരുന്നത്. അപ്പൊ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഒറ്റ സെന്റൻസ് പറയാൻ എത്രയേ ഉള്ളൂ. ദ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ദ കോസ്റ്റ് ഈസ് നോൺ ആസ് കോസ്റ്റിംഗ്. നമുക്ക് രണ്ടു വാക്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് കോസ്റ്റിംഗ് എന്ന്. അപ്പൊ എഴുതാൻ ഉത്തരം എത്രയേ ഉള്ളൂ. ദ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ദ കോസ്റ്റ് ഈസ് നോൺ ആസ് കോസ്റ്റിംഗ്. ദ അസർട്ടൈനിങ് ഈ കോസ്റ്റ് കണ്ടെത്തുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗം എന്താണ്? ടെക്നിക്സുകളാണ്. ആ ടെക്നിക്സുകളിനകത്ത് എന്തൊക്കെ വരും? പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ആയിരിക്കും. പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ആയിരിക്കും. അടുത്ത നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. അടുത്ത നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് recording, classifying, allocating and reporting various costs incurred in the operation of an enterprise. ഒരു സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ, ഒരു സ്ഥാപനം പ്രവർത്തനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകളെ റെക്കോർഡ് ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും അലോക്കേറ്റ് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്സുകളെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, അലോക്കേറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് വേരിയസ് കോസ്റ്റ് incurred in the operation of an enterprise. ഓപ്പറേഷൻ ഓഫ് എന്റർപ്രൈസ് ഒരു സ്ഥാപനം പ്രവർത്തിക്കാൻ വേണ്ടി, ഒരു സ്ഥാപനം പ്രവർത്തിക്കുവാൻ വേണ്ടി ഉണ്ടാകുന്ന ചിലവുകൾ. കോസ്റ്റ് നമുക്ക് എന്താണ്? എക്സ്പെൻഡിച്ചർ ഉപയോഗിക്കാം. കോസ്റ്റ് ചെലവുകൾ എങ്ങനെ ചെയ്യാം? റെക്കോർഡ് ചെയ്യാം, എങ്ങനെ എഴുതി സൂക്ഷിക്കുക, അതേപോലെ തരംതിരിക്കുക, പല സ്ഥലങ്ങളിലായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, റിപ്പോർട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചേർന്ന് വരുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടൻസി എന്നതാണ്. ഓക്കെ, ഡെഫിനേഷൻ ആണ്. ഡെഫിനേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ICW UK ആണ്. ICW എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ട്സ് യുണൈറ്റഡ് കിങ്ഡം, അല്ലെങ്കിൽ ലണ്ടൻ എന്ന് പറഞ്ഞാലും ശരിയാണ്. അപ്പൊ നോക്കാം, ഇത് ഡെഫിനേഷൻ ആണ്. കോസ്റ്റ് അക്കൗണ്ടൻസി ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതിക്കോണം. എഴുതുമ്പോൾ ഡെഫിനേഷൻ കൊണ്ടുവന്ന ആളുടെ പേര് മറക്കരുത്, ആളുടെ എല്ലാ ഗ്രൂപ്പിന്റെ പേര് മറക്കരുത്. ICWA UK. ICW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ട്സ് യുണൈറ്റഡ് കിങ്ഡം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കാം എന്താണ് കോസ്റ്റ് അക്കൗണ്ടൻസി നോക്കാം. കോസ്റ്റ് അക്കൗണ്ടിംഗ് ആസ് ദ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, methods and techniques to the science, art and practice of cost control and ascertainment of profitability as well as presentation of information for the purpose of managerial decision making. ഈ അവസാനത്തെ പോയിന്റ് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചോണം.
മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്? കോസ്റ്റ് അക്കൗണ്ടിങ് ആസ് ദ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു ആപ്ലിക്കേഷൻ. നമ്മൾ എന്തിന്റെ ആപ്ലിക്കേഷൻ ആണ്? കോസ്റ്റിംഗിന്റെ ആപ്ലിക്കേഷൻ ആണ്. ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസും മെത്തേഡ്സും ടെക്നിക്കുകളും. നമ്മൾ കോസ്റ്റിംഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന പ്രിൻസിപ്പിൾസ് ഒന്നും കൊണ്ടു നോക്കിയാൽ കുറച്ച് റൂൾസും കുറച്ച് ടെക്നിക്സുകളും ഉണ്ട്. ആ ടെക്നിക്സുകളെ എങ്ങനെയാണ് സയൻസ്, ആർട്ട് ആൻഡ് പ്രാക്ടീസ്, ശാസ്ത്രമായിട്ടും കലയായിട്ടും ഒരു പ്രാക്ടീസ് ആയിട്ടും എങ്ങനെ എന്തിനു വേണ്ടിയാണ്? ഓഫ് കോസ്റ്റ് കൺട്രോൾ, നമുക്ക് കോസ്റ്റ് എന്ന ചെലവുകളെ കൺട്രോൾ ചെയ്യാനും ആൻഡ് അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി, നമ്മുടെ ലാഭത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി, ലാഭലക്ഷ്യം നേടുവാനും വേണ്ടി, ആസ് വെൽ ആസ് പ്രസന്റേഷൻ ഓഫ് ഇൻഫർമേഷൻ. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാണ്, നമുക്കുള്ള അറിവുകൾ അല്ലെങ്കിൽ കിട്ടുന്ന കോസ്റ്റിംഗ് മുഖേന കിട്ടുന്ന വിവരങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി, പ്രസന്റ് ചെയ്യാനും വേണ്ടിയാണ്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി ചോദിച്ചാൽ, ആർക്ക് വേണ്ടി എന്നല്ല, എന്തിനു വേണ്ടി ചോദിക്കാം? ഫോർ ദ പർപ്പസ് ഓഫ്, എന്തിനു വേണ്ടിയുള്ള പർപ്പസിലാണ്? ഫോർ ദ പർപ്പസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. എന്നുവെച്ചാൽ എന്താണ്? നമുക്ക് തീരുമാനങ്ങൾ, ഡിസിഷൻസ് ഉണ്ടാക്കാൻ, തീരുമാനങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസും ആപ്ലിക്കേഷനും നമ്മൾ നടത്തുകയാണ്. ആ പ്രിൻസിപ്പിൾസും മെത്തേഡ്സും ടെക്നിക്സ് ഉപയോഗിക്കുന്നത് എന്താണ്? ശാസ്ത്രമായിട്ടും കലയായിട്ടും പ്രാക്ടീസ് ആയിട്ടും. എന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? കോസ്റ്റ് കൺട്രോൾ, നമുക്ക് ചെലവുകൾ കുറയ്ക്കുവാനും അതേപോലെ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി, നമ്മുടെ എന്താണ് ലാഭം എങ്ങനെയാണെന്ന്, ലാഭത്തിന്റെ നേട്ടം എങ്ങനെയാണെന്നുള്ളതും അതേപോലെ നമുക്ക് എന്ത് ചെയ്യാനാ ഈ ഇൻഫർമേഷൻ എല്ലാം മാനേജറെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത് വിളിക്കുക? കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ കോസ്റ്റ് അക്കൗണ്ടൻസി ഡെഫിനേഷൻ കൊണ്ടുവന്നാണ് നോക്കുക. ICWA UK ആണ്, ICWA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ട്സ് UK ആണ്. 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് കോസ്റ്റ് അക്കൗണ്ടൻസിയുടെ ഡെഫിനിഷൻ. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ഫംഗ്ഷൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്കോപ്പും അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് നോക്കാനുള്ളത്. അത് പ്രധാനമായിട്ട് നോക്കേണ്ടത് ചെറിയ പോയിന്റുകൾ ഇരിക്കുന്നത് സെന്റൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, നോട്ട് ചെയ്യാൻ തരുന്നതായിരിക്കും. അതിൽ ഒന്നാമത് നോക്കേണ്ടത് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രൊഡക്ഷൻ ഉണ്ടാവും അല്ലെ, ആ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, മെന്ന്, അതേപോലെ നമുക്കുണ്ടാകുന്ന എക്സ്പെൻസുകൾ, അവയുടെ എല്ലാം ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ, മാക്സിമത്തിലുള്ള യൂട്ടിലൈസേഷൻ ഉപയോഗത്തിന് സഹായിക്കുന്ന എന്തായിരിക്കും? കോസ്റ്റ് അക്കൗണ്ടിങ്. വേസ്റ്റേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. വേസ്റ്റേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. അങ്ങനെ മാക്സിമം നമുക്ക് യൂട്ടിലൈസേഷൻ എന്തോ നടക്കുകയുള്ളൂ? കോസ്റ്റ് അക്കൗണ്ടിംഗ് മുഖേന നമുക്ക് എന്ത് ചെയ്യുള്ളൂ? നടക്കുക ഉള്ളൂ. രണ്ടാമത്തെ പോയിന്റ് ഫോർമുലേഷൻ ഓഫ് പോളിസീസ്. ഫോർമുലേഷൻ ഓഫ് പോളിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റിന് പോളിസീസ്, നയങ്ങൾ ഉണ്ടാക്കുവാൻ എന്തായിരിക്കും സഹായിക്കുന്നത്? കോസ്റ്റ് അക്കൗണ്ടിംഗ് സഹായിക്കുന്നതായിരിക്കും. അതേപോലെ കറക്റ്റീവ് ആക്ഷൻസ്, നമുക്ക് എന്ത് ചെയ്യാം? ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് എടുക്കാം. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയാലും മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആയാലും കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുവാൻ എന്ത് സഹായിക്കും? കോസ്റ്റ് അക്കൗണ്ടിംഗ് സഹായിക്കും. അതേപോലെ സൊല്യൂഷൻ ടു വേരിയസ് പ്രോബ്ലംസ്, പല രീതിയിലുള്ള പ്രോഡക്റ്റിന്റെ പല പ്രോഡക്റ്റിന്റെ പ്രൈസിംഗ് ആവാം, ചിലപ്പോൾ അഡ്വർടൈസ്മെന്റ് ആവാം, അല്ലെങ്കിൽ പ്രൈസ് നമ്മൾ എത്ര കൂട്ടിയിട്ട് നമുക്ക് ലാഭം കിട്ടാത്ത അവസ്ഥ വരാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അതാണ് വേരിയസ് പ്രോബ്ലംസ് നമുക്ക് സൊല്യൂഷൻസ് കൊടുക്കാൻ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ത് ചെയ്യും? സഹായിക്കും. കാരണം പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് അപ്പൊ അവിടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രൊഡക്ഷനുമായിട്ട് യാതൊരു ബന്ധമില്ല. അവിടെ എന്ത് ചെയ്യാം? സാധനങ്ങൾ ഉത്പാദിപ്പിച്ചു എന്ത് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്ത് വിറ്റു. ഈ ഒരു ഒറ്റ കൺസെപ്റ്റ് മാത്രമേ നമ്മൾ എന്തിൽ കൊണ്ടുവരികയുള്ളൂ? ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് കൊണ്ടുവരുള്ളൂ. ബാക്കി അഡ്മിനിസ്ട്രേറ്റീവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗിൽ കൊണ്ടുവരികയുള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോ അങ്ങനെയല്ല. പ്രൊഡക്ഷന്റെ പല സ്റ്റേജ് തൊട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? കോസ്റ്റ് അക്കൗണ്ടിംഗില് കണക്കുകൾ ചെയ്തു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധിക്കുക, പല രീതിയിലുള്ള പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം? അതിനുള്ള സൊല്യൂഷൻസ് നൽകുവാൻ എന്ത് സഹായിക്കും? കോസ്റ്റ് അക്കൗണ്ടിംഗ് സഹായിക്കും. അതേപോലെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ, നമുക്ക് ഒരു വില നിർണ്ണയിക്കുവാൻ വേണ്ടി എന്ത് സഹായിക്കും? കോസ്റ്റ് അക്കൗണ്ടിംഗ് സഹായിക്കും. അതേപോലെ മേക്കിംഗ് ഓഫ് ഷോർട്ട് ടൈം ഡിസിഷൻസ്, പെട്ടെന്നുള്ള തീരുമാനം, വളരെ ഹ്രസ്വകാലത്തേക്ക് വേണ്ട തീരുമാനങ്ങൾ എടുക്കുവാൻ ടോപ്പ് ലെവൽ മാനേജർ, മിഡിൽ ലെവൽ മാനേജ്മെന്റിന് സഹായിക്കും എന്തായിരിക്കും? കോസ്റ്റ് അക്കൗണ്ടിംഗ് ആയിരിക്കും. അതേപോലെ പ്രോഡക്റ്റുകളുടെ കമ്പാരിസൺ, അതായത് പ്രൈസുകളുടെ കമ്പാരിസൺ, പ്രൈസ് ഫിക്സിംഗിന്റെ ഒക്കെ കമ്പാരിസൺ നടത്തുവാൻ എന്താണ് നമ്മളെ സഹായിക്കുന്നത്? കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ് സഹായിക്കുന്നത്. അടുത്ത ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇൻസെന്റീവ് ആൻഡ് വേജ് പ്ലാൻസ്, തൊഴിലാളികൾക്ക് കൊടുക്കുവാനുള്ള ഇൻസെന്റീവും അതേപോലെ അവർക്ക് കൊടുക്കാനുള്ള വേജസിന്റെയും പ്ലാനുകൾ നിർണ്ണയിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ, ആ പ്ലാനുകൾ ഇംപ്ലിമെന്റ് ചെയ്യുവാൻ എന്തായിരിക്കും നമ്മളെ സഹായിക്കുന്നത്? കോസ്റ്റ് അക്കൗണ്ടിംഗ് ആയിരിക്കും സഹായിക്കുന്നത്. അതേപോലെ റെഫറൻസ് ടു ഗവൺമെന്റ്, വേജ് ട്രിബ്യൂണൽസ്, ട്രേഡ് യൂണിയൻസ്, നമുക്ക് ഗവൺമെന്റുകൾക്കും വേജ് ട്രിബ്യൂണൽസും ട്രേഡ് യൂണിയനുകൾക്കും അവർക്ക് പ്ലാനിങ്ങുകൾ നടത്തുവാനും എന്തായിരിക്കും സഹായിക്കുന്നത്? കോസ്റ്റ് അക്കൗണ്ടിംഗ് ആയിരിക്കും സഹായിക്കുന്നത്. ഒരു 9 പോയിന്റാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഫങ്ഷൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ്. ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ, നമുക്കുണ്ടാകുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ വേജസിന്റെ എക്സ്പെൻസുകള്, ലേബേഴ്സ്, ഇവയുടെ എല്ലാം ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ സഹായിക്കുന്ന എന്തായിരിക്കും? കോസ്റ്റ് അക്കൗണ്ടിംഗ് ആയിരിക്കും. അതേപോലെ പോളിസീസ്, നയങ്ങൾ ഉണ്ടാക്കുവാൻ, ഫോർമുലേഷൻ ഓഫ് പോളിസീസ്, നയങ്ങൾ ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന എന്തായിരിക്കും? കോസ്റ്റ് അക്കൗണ്ടിംഗ് ആയിരിക്കും.
കറക്റ്റീവ് ആക്ഷൻസ്, തീരുമാനങ്ങൾ കറക്റ്റ് എടുക്കുവാൻ വേണ്ടി സഹായിക്കുന്നത് എന്തായിരിക്കും? കോസ്റ്റ് അക്കൗണ്ടിങ് ആയിരിക്കും. പല രീതിയിലുള്ള പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കൊടുക്കുന്നത് എന്തായിരിക്കും? കോസ്റ്റ് അക്കൗണ്ടിങ് ആയിരിക്കും. വിലകൾ നിർണ്ണയിക്കുവാൻ സഹായിക്കുന്നത് എന്തായിരിക്കും? കോസ്റ്റ് അക്കൗണ്ടിങ്. വിലകൾ നിർണ്ണയിക്കാൻ സഹായിക്കുന്നത് കോസ്റ്റ് ഷീറ്റുകൾ മുഖേനയാണ്. നമുക്ക് ഓരോ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ഷീറ്റുകൾ മുഖേനയാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യുന്നത്? വില നിർണ്ണയിക്കുന്നത്. പഠിക്കുവാനുണ്ട് 5 മാർക്കിനോ 20 മാർക്കിനോ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് കോസ്റ്റ് ഷീറ്റ് എന്നുള്ള പ്രോബ്ലമാണ്. നമുക്ക് ഇനിയുള്ള ക്ലാസ്സിൽ, വരും ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. അതേപോലെ പ്രൈസുകൾ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്നത് എന്തായിരിക്കും? കോസ്റ്റ് അക്കൗണ്ടിങ് ആയിരിക്കും. അതേപോലെ ഷോർട്ട് ടൈം ഹ്രസ്വകാലത്തേക്കുള്ള തീരുമാനങ്ങൾ എടുക്കാൻ, അതേപോലെ പെട്ടെന്നുള്ള ഡിസിഷൻസ് എടുക്കുവാനും സഹായിക്കുന്നത് എന്തായിരിക്കും? കോസ്റ്റ് അക്കൗണ്ടിങ് ആയിരിക്കും. പല പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ പ്രോഡക്റ്റുകളുടെ പ്രൈസിംഗിനെ കുറിച്ചുള്ള കമ്പാരിസൺ നടത്തുവാനും സഹായിക്കുന്നത് എന്തായിരിക്കും? കോസ്റ്റ് അക്കൗണ്ടിങ് ആയിരിക്കും. ഇൻസെന്റീവും അതേപോലെ വേജ് പ്ലാനുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ സഹായിക്കുന്നത് എന്തായിരിക്കും? അല്ലെങ്കിൽ നടപ്പിലാക്കാൻ സഹായിക്കുന്നത് എന്തായിരിക്കും? കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ റൂൾസ് ആയിരിക്കും. അതേപോലെ ഗവൺമെന്റുകൾക്കും വേജ് ട്രിബ്യൂണൽസിനും ട്രേഡ് യൂണിയനുകൾക്കും അവരുടേതായ തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കുന്നത് എന്തായിരിക്കും? കോസ്റ്റ് അക്കൗണ്ടിങ് ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് നോക്കുക. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ നോക്കാറുള്ളത്. 5 മാർക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ അവിടെ പോയിന്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ജസ്റ്റ് നോക്കുക. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞാൽ കോസ്റ്റ് അസർടൈൻമെന്റ്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? കോസ്റ്റ് അസർടൈൻമെന്റ്. എന്താ കോസ്റ്റ് അസർടൈൻമെന്റ് ഉദ്ദേശിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രൊഡക്ഷന്റെ ഡിഫറെന്റ് സ്റ്റേജസിൽ, നമ്മുടെ പ്രൊഡക്ഷന്റെ പല ഭാഗങ്ങളിൽ എത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ചെലവുകളെ കണ്ടെത്തുക. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? കോസ്റ്റ് അസർടൈൻമെന്റ് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ്? പ്രൊഡക്ഷന്റെ പല സ്റ്റേജുകൾ ഉണ്ടാവും. ആ പല സ്റ്റേജുകളിൽ എത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന എക്സ്പെൻസുകളെ എന്ത് ചെയ്യുക? കണ്ടെത്തുക. അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോസ്റ്റ് അസർടൈൻമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുക, കണ്ടെത്തുക. അടുത്ത് കോസ്റ്റ് എസ്റ്റിമേഷൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എസ്റ്റിമേറ്റ് ചെയ്യുക. കോസ്റ്റുകൾ നമ്മൾ പല സ്റ്റേജിൽ വരുന്ന കോസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടെത്തുക. നമ്മൾ പ്രോസസ് ഓഫ് എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ്. നമുക്കുണ്ടാകുന്ന ചെലവ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക, കണക്കെടുക്കുക അല്ലെ, എസ്റ്റിമേറ്റ് ചെയ്യുക. അതിന് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കണം? കോസ്റ്റ് എസ്റ്റിമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത കോസ്റ്റ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ള കോസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക? ടോപ്പ് ലെവൽ മാനേജറിന്റെ അല്ലെങ്കിൽ മിഡിൽ ലെവൽ മാനേജറിന്റെ കറക്റ്റ് ടൈമിൽ കറക്റ്റ് പേഴ്സന്റെ കയ്യിൽ എന്ത് ചെയ്യുക? എത്തിക്കുക. ഈ ചെലവുകളുടെ റിപ്പോർട്ടുകൾ കറക്റ്റ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക? എത്തിക്കുക. അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോസ്റ്റ് പ്രസന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പറഞ്ഞാൽ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് വെച്ചാൽ നമുക്കുണ്ടാകുന്ന ചെലവുകളെ നമ്മൾ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുകയും വേണം, അവയെ എന്ത് ചെയ്യുകയും വേണം? കുറയ്ക്കുകയും വേണം. അപ്പൊ കോസ്റ്റ് റിഡക്ഷൻ മുഖേനയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോസ്റ്റ് കൺട്രോള് ചെയ്യുന്നത്. നമ്മൾ കോസ്റ്റ് ചെലവുകൾ കുറയ്ക്കുക, അത് മുഖേന നമ്മൾ എന്ത് ചെയ്യാം? കോസ്റ്റുകൾ എന്ത് ചെയ്യാം? കാരണം വെച്ചാൽ വേസ്റ്റേജുകൾ കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റുകൾ. ഇപ്പൊ ഉദാഹരണം നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ് നിൽക്കുകയാണ് അല്ലെ. ഇപ്പൊ ഒരുപാട് സ്റ്റാഫുകൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പ്രൊഡക്ഷനിൽ നിൽക്കുകയാണ്. ഇതിൽ അറിയാവുന്ന സ്റ്റാഫുകളാണ് അറിയുന്നത്. പക്ഷെ എന്താണ്? എഫക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് എന്താണ്? ഒരു വർക്ക് ചെയ്യാൻ അറിയാവുന്ന സ്റ്റാഫാണ്, അല്ലെങ്കിൽ പുതുതായിട്ട് വർക്ക് ചെയ്യുന്ന ആളിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ വർക്ക് ചെയ്യാൻ അറിയത്തില്ലായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മൾ വേജസ് കൊടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരേപോലെ വേജ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ കൊടുത്തേക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? വേസ്റ്റേജ് കൂടിയാണ്. വേസ്റ്റ് കൊണ്ട് നമുക്ക് എന്താണ്? എക്സ്പെൻസ് കൂടിയാണ്, ലേബർ എക്സ്പെൻസ് കൂടിയാണ്. കാരണം എന്താണ്? വർക്ക് ചെയ്യാൻ അറിയാവുന്ന ആളിനും വർക്ക് ചെയ്യാൻ അറിയാത്ത ആളിനും നമ്മൾ എന്ത് ചെയ്യണം? ഒരേപോലത്തെ വേജസ് കൊടുക്കണം അല്ലെ. നിങ്ങൾ +2 +1 ക്ലാസ്സിൽ കൊമേഴ്സാണ് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഹെൻറി ഫേവറിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നോക്കിയിട്ട് അത് നമ്മൾ വേജ് സിസ്റ്റം എന്നൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാറുണ്ട് അല്ലെ. ആ സമയം നമ്മൾ പ്രധാനം പഠിച്ചിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള വേജ് കൊടുക്കാൻ വേണ്ടി എന്താണ്? പീസ് റേറ്റ് സിസ്റ്റം, അതേപോലെ ടൈം റേറ്റ് സിസ്റ്റം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ് പറഞ്ഞാൽ അതേപോലത്തെ ഒരു കാര്യമാണ് ഇവിടെയും വരുന്നത്. കറക്റ്റ് ലേബേഴ്സ് നോക്കുക, എഫക്റ്റീവ് ആയിട്ടുള്ള ലേബേഴ്സ് അതിനനുസരിച്ചുള്ള ശമ്പളം കൊടുക്കുക. അൺഎഫക്റ്റീവ് ആയിട്ടുള്ള ലേബേഴ്സ് എന്ത് ചെയ്യുക? അവർക്ക് എഫക്റ്റീവിലേക്ക് എത്താൻ വേണ്ടി ശമ്പളം കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ശമ്പളം ആദ്യം കുറച്ച് കൊടുത്തിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യുക? എഫക്റ്റീവ് സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടി എന്ത് ചെയ്യുക? നമ്മൾ പ്രയത്നിപ്പിക്കുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അതേപോലെ എന്ത് ചെയ്യുക? ഇവയെല്ലാം കഴിയുന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക? ടോപ്പ് ലെവലിലാണെങ്കിൽ മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ത് ചെയ്യുക? അവർക്ക് പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഡിസിഷൻ മേക്കിംഗ് നടത്താൻ എന്ത് ചെയ്യുക? ഹെൽപ്പ് ചെയ്യുക. ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? കോസ്റ്റ് അസർടൈൻമെന്റ്. കോസ്റ്റ് അസർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റുകൾ കണ്ടെത്തുക. അതിൽ കോസ്റ്റ് എസ്റ്റിമേറ്റ് അവയുടെ കണക്കുകൾ തയ്യാറാക്കുക. കോസ്റ്റ് പ്രസന്റേഷൻ എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് ടൈമിൽ എന്ത് ചെയ്യുക? ഈ കോസ്റ്റിന്റെ ഈ റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുക? സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് അവയിൽ നിന്ന് എന്ത് ചെയ്യുക? അടുത്ത കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും നമ്മുടെ ചെലവുകൾ എന്ത് ചെയ്യുക? കുറയ്ക്കുവാനും അത് മുഖേന നമ്മൾ എന്ത് ചെയ്യുക? ആ കോസ്റ്റുകളെ കൺട്രോൾ ചെയ്യാനും വേണ്ടി എന്ത് ചെയ്യുക? ശ്രമിക്കുക. എന്നിട്ട് അവസാനം എന്ത് ചെയ്യാണ്? പ്ലാനിങ്ങുകളും അതേപോലെ എന്താണ്? ഡിസിഷൻ മേക്കിങ്ങും, പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഡിസിഷൻ മേക്കിങ്ങും നടത്തുവാൻ വേണ്ടി എന്ത് ചെയ്യുക? ഹെൽപ്പ് ചെയ്യുക. ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ടുള്ള ലക്ഷ്യങ്ങൾ.